കോഴിക്കോട്ടേക്ക് രാമനാട്ടുകര നഗരസഭയിൽ സർക്കാരിന്റെ വയോമിത്രം പദ്ധതി നിലച്ചു. കഴിഞ്ഞ 8 മാസമായി ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് യൂണിറ്റ് അടച്ചുപൂട്ടി. ജീവനക്കാരെ നൽകാമെന്ന് നഗരസഭ പറഞ്ഞിട്ടും സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന് ചെയർപേഴ്സൺ VM പുഷ്പ ആരോപിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നത്. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഈ പദ്ധതിയാണ് രാമനാട്ടുകര നഗരസഭയിൽ മുടങ്ങിക്കിടക്കുന്നത്. മതിയായ ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്നാണ് യൂണിറ്റ് അടച്ചുപൂട്ടിയത്. ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കലക്ടർക്ക് പരാതി നൽകി. പക്ഷേ നടപടി ഉണ്ടായില്ല. നഗരസഭ ബദൽ സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടും അതിലും തീരുമാനമായില്ലെന്ന് ചെയർപേഴ്സൺ VM പുഷ്പ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ ജയച്ചന്മാരും JPHന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ പഠിച്ച് പുറത്തിറങ്ങിയ ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സാലറി കൊടുത്തോളാം. എന്നാലും നമ്മൾ വെച്ച മരുന്നുകൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും പൈസ വെച്ച് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ആളെ വയ്ക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരാൻ പറഞ്ഞിട്ടും കൂടി നമുക്കൊരു സൗകര്യം ചെയ്തു തന്നിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ മാത്രം നിരവധി പേർക്കായിരുന്നു പദ്ധതിയിലൂടെ ചികിത്സ ലഭിച്ചിരുന്നത്. അത് മുടങ്ങിയതോടെ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രായമായവർ. കഴിഞ്ഞ ഡിസംബർ വരെ ഉണ്ടായിരുന്നു. ഡിസംബറിന് ശേഷമില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇപ്പം അടിവാരം പോകണോ അല്ലെങ്കിൽ രാമനാട്ടുകര പോകണം മരുന്ന് കിട്ടാൻ. രാമനാട്ടുകര നഗരസഭയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ യൂണിറ്റുകളിലും ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നുണ്ട്. ഓടിയ വകയിൽ വാഹനങ്ങൾക്കുള്ള പണവും നൽകിയിട്ടില്ല. വിഷ്ണു കശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.